കേരള കലാമണ്ഡലത്തിലെ അധ്യാപകനെതിരായ ലൈംഗിക പീഡന പരാതി അതീവ ഗൌരവമുള്ളതാണ്. ക്ലാസ്സിൽ മദ്യപിച്ചെത്തുകയും വിദ്യാർത്ഥിനികളെ ലൈംഗിക ചുവയോടെ സ്പർശിക്കുകയും ചെയ്ത കനകകുമാറിനെതിരെ കേസെടുത്തെങ്കിലും അയാളെ പിടികൂടാൻ പോലീസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ അധ്യാപകൻ കനകകുമാറിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ക്യാമ്പസിലെയും ക്ലാസ്സിലെയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അതിനിടെ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ. ചെറുതുരുത്തി പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തതിന് പിന്നാലെയാണ് ദേശമംഗലം സ്വദേശിയായ അധ്യാപകൻ കനകകുമാർ ഒളിവിൽ പോയത്. അതിന് തൊട്ടുമുൻപ് ഫോണിൽ ബന്ധപ്പെട്ടവരെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ടവർ ലൊക്കേഷനുകളും ഫോൺ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ. ഇവിടെ കലാമണ്ഡലത്തിൽ കുറച്ചധികം കാലങ്ങളായിട്ട് തന്നെ വിദ്യാർത്ഥികൾ പല അധ്യാപകരിൽ നിന്നും, എല്ലാവരും എന്ന് പറയുന്നില്ല, എന്നാൽ ഒരു വിഭാഗം അധ്യാപകരിൽ നിന്നും പല രീതിയിലുള്ള ചൂഷണങ്ങൾ, മാനസികമായും ശാരീരികമായും, അവരുടെ എക്സാംസിൽ അവരെന്നെ തോൽപ്പിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് അവരെന്നെ കുറ്റം പറയും, അങ്ങനെയുള്ള ഭീഷണികളിൽ നിന്നും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും അവരെന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അധ്യാപകർ. അപ്പം അതിൽ നിന്നും ഇവരെന്നെ മോചിപ്പിക്കുക അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന രീതിയിൽ ആണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പോഴാണ് ഒരു വിഭാഗം കുട്ടികൾ അവരുടെ പ്രതിഷേധം ഒരു കംപ്ലൈന്റ് എന്ന രീതിയിൽ ഒരു അധ്യാപകനെതിരെ നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാ അധ്യാപകർക്കെതിരെയുള്ള പ്രതിഷേധമായി വിദ്യാർത്ഥി യൂണിയൻ കലാമണ്ഡലത്തിൽ ഒരു പ്രതിഷേധ യജ്ഞം പോലെ നടത്തുകയാണ്. മദ്യപിച്ച് ക്ലാസ്സിലെത്തി ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു 6 കുട്ടികളുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ കനകകുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർന്ന് VC-യുടെ നിർദ്ദേശപ്രകാരം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വിദ്യാർത്ഥികൾ പരാതി നൽകി. വിദ്യാർത്ഥിനികളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോക്സോ ആക്ട് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന് പിന്നാലെയാണ് പ്രതി ഒളിവിൽ പോയത്. കനകകുമാറിനായി തെരച്ചിൽ തുടരുന്ന പോലീസ് ഇയാളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നിരീക്ഷിച്ചു വരികയാണ്. ടവർ ലൊക്കേഷനുകളും ഫോൺ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനിടെ കനകകുമാറിനെതിരായ തെളിവുകൾ പരമാവധി ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ക്യാമ്പസിലെ CCTV ഫുട്ടേജുകൾ, വിദ്യാർത്ഥിനികളുടെ മൊഴികൾ, സഹപാഠികളുടെ സാക്ഷിമൊഴികൾ എന്നിവ പോലീസ് പരിശോധിച്ചു വരികയാണ്. മദ്യപിച്ചു എന്ന ആരോപണത്തിനുള്ള തെളിവുകളും ശേഖരിക്കുന്നുണ്ട്. സംഭവത്തിൽ സ്ഥാപനത്തിന്റെ ഇന്റേണൽ കമ്മിറ്റിയും അന്വേഷണം തുടരുകയാണ്. News 18 തൃശൂർ.